ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലം. റീനീറ്റ് എഴുതുന്ന കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന രൂപത്തിൽ നമ്മളെ ക്രാഷ് കോഴ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് തിയറിയും പ്രധാനമായും നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസുകളും ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ തെർമോഡൈനാമിക്സ് ആണ്. ഒരു ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്റർ ആണ്. ആയതുകൊണ്ട് തന്നെ പ്രോബ്ലമാറ്റിക് ആയിട്ട് നമ്മൾ കാര്യങ്ങളെ, കൺസെപ്റ്റുകളെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലോട്ട് പോകാം. തെർമോഡൈനാമിക്സ് എനർജി ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്. തെർമോസ് മീൻസ് ഹീറ്റ് എന്നാണ്, ഡൈനാമിക്സ് മീൻസ് ഫ്ലോ എന്നാണ്. ഞാൻ തിയറി പറയുന്നില്ല, ഓടിച്ച് ജസ്റ്റ് കാണിക്കുക ചെയ്യുന്നത്. എനർജി ട്രാൻസ്ഫോർമേഷൻ ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. സിസ്റ്റം ഈസ് ദ പാർട്ട് ഓഫ് യൂണിവേഴ്സ് അണ്ടർ അവർ ഒബ്സർവേഷൻ. സറൗണ്ടിങ് ഈസ് ദ അതർ ദാൻ പാർട്ട്, the part of universe other than system. System plus surrounding is equal to universe ആണ്. പക്ഷെ ആ സിസ്റ്റത്തെ സ്വാധീനിക്കുന്ന ഒരു നൈബർഹുഡ് റീജിയനെ നമ്മൾ സറൗണ്ടിങ് ആയിട്ട് കൺസിഡർ ചെയ്യാറുള്ളൂ. ടൈപ്സ് ഓഫ് സിസ്റ്റം ബേസ്ഡ് ഓൺ ദ എക്സ്ചേഞ്ച് ഓഫ് എനർജി ആൻഡ് മാറ്റർ. എനർജിയുടെയും മാറ്ററിന്റെയും ബേസിൽ സിസ്റ്റംസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3. ഏതൊക്കെ? ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം ആൻഡ് ഐസൊലേറ്റഡ് സിസ്റ്റം based on exchange of എനർജി ആൻഡ് മാറ്റർ. ഓപ്പൺ എന്ന് പറയുമ്പോൾ എനർജിയും എക്സ്ചേഞ്ച് ചെയ്യും, മാറ്ററും എക്സ്ചേഞ്ച് ചെയ്യും. ക്ലോസ് എന്ന് പറയുമ്പോൾ എനർജി എക്സ്ചേഞ്ച് ചെയ്യും, പക്ഷെ മാറ്റർ എക്സ്ചേഞ്ച് ചെയ്യില്ല. ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ രണ്ടും എക്സ്ചേഞ്ച് ചെയ്യില്ല. ഐസൊലേറ്റഡ് സിസ്റ്റം ഹാവ് അഡിയാബാറ്റിക് വാൾ എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ബൗണ്ടറി ഓഫ് എ സിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷൻ ആണത്. സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം ഈസ് ദ കണ്ടീഷൻ ഓഫ് എ സിസ്റ്റം വിച്ച് ഡിസ്ക്രൈബ്ഡ് ബൈ യൂസിങ് മെഷറബിൾ പ്രോപ്പർട്ടീസ് ലൈക്ക് ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം എക്സെട്ര. സ്റ്റേറ്റ് ഫംഗ്ഷൻ ഓർ സ്റ്റേറ്റ് വേരിയബിൾ. ഓക്കെ, സ്റ്റേറ്റ് ഫംഗ്ഷൻ ഈസ് പാത്ത് ഇൻഡിപെൻഡന്റ് ആണ്. ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി, ഗിബ്സ് എനർജി എല്ലാം സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, അത് പാത്ത് ഇൻഡിപെൻഡന്റ് പ്രോപ്പർട്ടി ആണ്. സ്റ്റേറ്റ് ഫംഗ്ഷൻ പാത്ത് ഇൻഡിപെൻഡന്റ് പ്രോപ്പർട്ടി ആണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഓൾ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്. പാത്ത് ഫംഗ്ഷൻ പാത്ത് ഡിപെൻഡന്റ് പ്രോപ്പർട്ടി ആണ്. ഹീറ്റും വർക്കും പാത്ത് ഫംഗ്ഷൻ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, എന്നാൽ Q പ്ലസ് W ഈക്വൽ ടു ഡെൽറ്റ യു ആണ്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം, ഐസോകോറിക് പ്രോസസ്സിലെ ഹീറ്റ് എന്ന് പറയുന്നത് ഡെൽറ്റ യുക്ക് ഈക്വൽ ആണ്, സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. അതേപോലെ അഡിയാബാറ്റിക് വർക്ക് ഡെൽറ്റ യുക്ക് ഈക്വൽ ആണ്, സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, പാത്ത് ഫംഗ്ഷൻ ഹീറ്റ് ആൻഡ് വർക്ക് ആണ് പാത്ത് ഫംഗ്ഷൻ. എക്സ്റ്റെൻസീവ് ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടി. യെസ്, 5 കിലോ അരിയടങ്ങുന്ന അരിച്ചാക്ക് നമ്മൾ കടയിൽ വാങ്ങി വെച്ചാൽ, 50 കിലോ അരിയടങ്ങുന്ന ഒരു അരിച്ചാക്ക് കടയിൽ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ, അത് തലയിലാണ്ട് എറ്റി വെച്ചാൽ ഓട്ടോറിക്ഷന്റെ പൈസയല്ലേ ലാഭമാവുക, ആംബുലൻസ് വിളിച്ച് പോവേണ്ടി വരും. അപ്പൊ അതൊന്ന് വ്യത്യസ്ത എമൗണ്ട് എടുത്താൽ വ്യത്യസ്ത മാസമായിരിക്കും. അപ്പോൾ മാസ് എന്ന് പറയുന്നത് എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് മാസ് ഒരു എക്സ്റ്റെൻസീവ് ആണ്. മാസ് എക്സ്റ്റെൻസീവ് ആണ്, വോളിയം എക്സ്റ്റെൻസീവ് ആണ്, എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി, ഗിബ്സ് എനർജി എല്ലാം എക്സ്റ്റെൻസീവ് ആണ്. എന്നാൽ ഈ കൂട്ടത്തിൽ പ്രഷർ കാണുന്നില്ല, ബിക്കോസ് പ്രഷർ ഈസ് ഇന്റൻസീവ് ആണ്. മോളാർ മാസ് ഇന്റൻസീവ് ആണ്, ഡെൻസിറ്റി ഇന്റൻസീവ് ആണ്. മാസ് എക്സ്റ്റെൻസീവ് ആണ്, വോളിയം എക്സ്റ്റെൻസീവ് ആണ്. പക്ഷെ രണ്ടിന്റെ റേഷ്യോ ആയ ഡെൻസിറ്റി ഇന്റൻസീവ് ആണ്. മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് ഇതൊന്നും എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റും ഒരു ബക്കറ്റ് വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റും 100 ഡിഗ്രി തന്നെയാണ്. എക്സ്റ്റെൻസീവ് ഇന്റൻസീവ്, വോളിയം എക്സ്റ്റെൻസീവ് ആണ്, പക്ഷെ ടെമ്പറേച്ചറും പ്രഷറും ഇന്റൻസീവ് ആണ്. നോക്കൂ, ഈ കണ്ടെയ്നറിലെ വോളിയം V, ടെമ്പറേച്ചർ T, ഇതിനെ നാം പകുതിയാക്കിയാൽ വോളിയം V/2 ആയി. എന്നാൽ ടെമ്പറേച്ചർ T തന്നെയാണ്. ടെമ്പറേച്ചർ മാറുന്നത് 10 ഡിഗ്രി ഉണ്ടായിരുന്നു, പകുതിയാക്കി 5 ഡിഗ്രി, 5 ഡിഗ്രി അങ്ങനെ ആവുമോ? ഇപ്പൊ നമ്മളൊരു കേക്കൊക്കെ മുറിച്ചു കൊടുക്കുമ്പോൾ വലിയ പീസിന് ഭയങ്കര ചൂട് അങ്ങനെയാണോ ഉണ്ടാവുക? ചൂടപ്പം മുറിച്ചാൽ കേക്ക് തണുപ്പല്ലേ എന്ന് വിചാരിക്കേണ്ട. തണുപ്പും ടെമ്പറേച്ചറിന്റെ ഒരു സ്കെയില് തന്നെയാണ്. ഓക്കെ, ഹീറ്റ് കുറഞ്ഞ, ടെമ്പറേച്ചർ കുറഞ്ഞ അവസ്ഥയാണ് തണുപ്പ് ഫീൽ ചെയ്യുന്നത്. വ്യത്യസ്ത കേക്ക് മുറിച്ചാൽ, വ്യത്യസ്ത സൈസിൽ മുറിച്ചാൽ വ്യത്യസ്ത തണുപ്പാണ് അനുഭവപ്പെടുക. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ ഈസ് ഇന്റൻസീവ് ആണ്, മനസ്സിലായോ? അപ്പൊ എക്സ്റ്റെൻസീവിന്റെയും ഇന്റൻസീവിന്റെയും വളരെ ഒരുപാട് എക്സാമ്പിളുകൾ, അതിന് കൺസെപ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എക്സ്റ്റെൻസീവ് ഇന്റൻസീവിന്റെ എക്സാമ്പിളുകൾ ഞാൻ ഇതാ 2 കോളങ്ങളായി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കാം. ഓക്കെ, പ്രോസസ്സുകൾ: ഐസോതെർമൽ പ്രോസസ്, ഐസോബാരിക് പ്രോസസ്, ഐസോകോറിക് പ്രോസസ്, അഡിയാബാറ്റിക് പ്രോസസ്, സൈക്ലിക് പ്രോസസ്, റിവേഴ്സിബിൾ പ്രോസസ്, ഇറിവേഴ്സിബിൾ പ്രോസസ്. ഐസോതെർമൽ ഡെൽറ്റ T ഈക്വൽ ടു 0,
According to first law, delta U also 0. Isobaric, pressure constant, delta P equal to 0. Isochoric, delta V equal to 0. Adiabatic, Q equal to 0. Pressure against volume curve varacha. This is isothermal. Delta T equal to 0. This is isobaric, delta P equal to 0. Isochoric, delta V equal to 0. Adiabatic, Q equal to 0. Area under the curve is the work done. അപ്പോൾ എവിടെയാണ് വർക്ക് കൂടുതൽ കുറവെന്നൊക്കെ മനസ്സിലാക്കാം. റിവേഴ്സിബിൾ പ്രോസസ്സും ഇറിവേഴ്സിബിൾ പ്രോസസ്സും ഫോർവേഡും ബാക്ക്വേർഡും ഇക്ലിബ്രിയം അറ്റൈൻ ചെയ്യുന്ന പ്രോസസ്സാണ് റിവേഴ്സിബിൾ പ്രോസസ്. വർക്ക് ഡൺ മാക്സിമം ആയിരിക്കും. സൈക്ലിക് പ്രോസസ് സിസ്റ്റം അണ്ടർഗോ സീരീസ് ഓഫ് ചേഞ്ച് അൾട്ടിമേറ്റ്ലി കം ബാക്ക് ടു ഇനീഷ്യൽ സ്റ്റേറ്റ്. അതുകൊണ്ട് സൈക്ലിക് പ്രോസസ്സിൽ ഡെൽറ്റ സ്റ്റേറ്റ് ഫംഗ്ഷന്റെ ചേഞ്ചുകളൊക്കെ 0 ആയിരിക്കും. സൈക്ലിക് പ്രോസസ്സിൽ സ്റ്റേറ്റ് ഫംഗ്ഷന്റെ ചേഞ്ചുകളെല്ലാം 0 ആയിരിക്കും. ഓക്കെ, തുടങ്ങിയോടെ തന്നെ എത്തുന്നു. അപ്പൊ ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും സെയിം ആയിരിക്കും. ഇന്റേണൽ ജി ഓർ ഇൻട്രിൻസിക് എനർജി എന്നൊക്കെ പറയും. ഇറ്റ് ഈസ് ദ സം ഓഫ് ഓൾ ടൈപ്പ് ഓഫ് എനർജി അസോസിയേറ്റഡ് വിത്ത് എ സിസ്റ്റം. ഇന്റേണൽ ജി ഓഫ് എ സിസ്റ്റം എന്ന് പറയുന്നത് എനർജി ഡ്യൂ ടു കൈനറ്റിക്, എനർജി ഡ്യൂ ടു പൊട്ടൻഷ്യൽ എനർജി പ്ലസ് എനർജി ഡ്യൂ ടു വൈബ്രേഷൻ plus etc. എല്ലാവരുടെയും സമ്മാണ് ഇന്റേണൽ ജി. വി കനോട്ട് മെഷർ ദ ടോട്ടൽ ഇന്റേണൽ ജി ഓഫ് എ സിസ്റ്റം. വി ക്യാൻ മെഷർ ഓൺലി ഡെൽറ്റ യു. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു യു ഫൈനൽ മൈനസ് യു ഇനീഷ്യൽ. ഒരു സിസ്റ്റത്തിന് ഇന്റേണൽ ജി എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യും? ഹീറ്റ് പാസസ് ഇൻ ടു ഓർ ഔട്ട് ഓഫ് സിസ്റ്റം, ഹീറ്റ് ക്യൂ. വർക്ക് ഡൺ ഓൺ ഓർ ബൈ ദ സിസ്റ്റം, വർക്ക് ഡബ്ല്യു. Matter enters or leaves the system because energy is an extensive property. Work W, work indication W equal to minus P external delta V. Reversible work indication minus 2.303 nRT log VF by VI. VF by VI ക്ക് പകരം PI by PF ഉപയോഗിക്കാം. വോളിയം പ്രഷറും ഇൻവേഴ്സിലി. ഓക്കെ, സൈൻ കൺവെൻഷൻ. ഹീറ്റിന്റെയും വർക്കിന്റെയും സൈൻ കൺവേർഷൻ. വർക്കിന്റെ സൈൻ കൺവെൻഷൻ. ഓക്കെ, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. സിസ്റ്റത്തിൽ വർക്ക് ചെയ്താൽ ദാറ്റ് വർക്ക് ഈസ് നോൺ ആസ് കംപ്രഷൻ. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം വോളിയം ഡിഗ്രീസ് ആകുന്ന ഒരു പ്രോസസ്സാണ്. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം കംപ്രഷൻ ആണ്. ദാറ്റ് വർക്ക് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ഈസ് പോസിറ്റീവ്. എന്നാൽ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം വർക്ക് ചെയ്താൽ ദാറ്റ് വർക്ക് ഈസ് നോൺ ആസ് എക്സ്പാൻഷൻ വർക്ക്. ബൈ ദ സിസ്റ്റം വോളിയം ഇൻക്രീസ് ആവുന്ന വർക്കാണ്. ദാറ്റ് വർക്കിന്റെ സൈൻ ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഈസ് നെഗറ്റീവ്, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ഈസ് പോസിറ്റീവ്. കംപ്രഷൻ വർക്ക്. ഓക്കെ, 1 കലോറി ഈക്വൽ ടു 4.2 ജൂൾ. 1 calorie equal to 4.2 joule. 1 liter ATM 101.3 joule. Okay, 1 liter calorie greater than joule greater than erg greater than electron volt. Liter ATM greater than calorie greater than joule greater than erg greater than electron volt. Heat Q. ഹീറ്റിന്റെ സൈൻ കൺവെൻഷൻ പറയുകയാണെങ്കിൽ ഹീറ്റ് അബ്സോർബ് ചെയ്താൽ ദാറ്റ് ഹീറ്റ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. ഹീറ്റ് ഇവോൾവ് ചെയ്താൽ, ഹീറ്റ് റിലീസ് ചെയ്താൽ ദാറ്റ് ഹീറ്റ് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. ഓക്കെ, ഹീറ്റിന്റെ വർക്കിന്റെ സൈൻ കൺവെൻഷൻ. ദ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആൻ ഓപ്പൺ സിസ്റ്റം? ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. സസ്യങ്ങളും ആനിമൽസും ഒക്കെ ഓപ്പൺ സിസ്റ്റം. എനർജിയും എക്സ്ചേഞ്ച് ചെയ്യും, മാറ്ററും എക്സ്ചേഞ്ച് ചെയ്യും. നമ്മളൊക്കെ എനർജി എക്സ്ചേഞ്ച് ചെയ്യില്ലേ? നമ്മൾ ക്ഷീണിക്കുന്നില്ലേ? നമ്മൾ മാറ്റർ എക്സ്ചേഞ്ച് ചെയ്യൂലേ? ഓക്കെ, ഫ്ലൈങ് ബേർഡ്, പറക്കുന്ന പക്ഷി, ഓപ്പൺ സിസ്റ്റം ആണ്. എനർജിയും എക്സ്ചേഞ്ച് ചെയ്യും, അത് ക്ഷീണിക്കും. പറക്കുന്ന പക്ഷി മാറ്റർ എക്സ്ചേഞ്ച് ചെയ്യുമെന്ന സംശയം. അത് ശ്വസിക്കുന്നില്ലേ? നല്ല ചിന്തയുണ്ടാവട്ടെ. അത് ഓപ്പൺ സിസ്റ്റം ആണ്. ഫ്രിഡ്ജും സോളാർ കുക്കറൊക്കെ ക്ലോസ്ഡ് സിസ്റ്റം ആണ്. സോ ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. Okay, the work done during expansion of a gas from a volume of 4 decimeter cube to 6 decimeter cube. Decimeter cube എന്ന് പറഞ്ഞാൽ ലിറ്റർ തന്നെയാണ്, അത് ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അവിടെ ഡിഫറൻസ് വരുന്ന ഡെൽറ്റ ബി എന്ന് പറയുന്നത് 2 decimeter cube ആണ്. against a constant external pressure of 3 atm. വർക്ക് ജൂളിൽ കാണണം, വോളിയം ലിറ്റർ, ഡെസിമീറ്റർ ക്യൂബ് ലിറ്റർ ആണ്. W is equal to minus P external delta V. External pressure 3 atm. Volume 2 liter. So answer is minus 6 liter atm. Okay, optionally liter atm അല്ല ജൂളാണുള്ളത്. So minus 6 into 101.3. So answer minus 608, minus 608 joule.
ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. എ പിസ്റ്റൺ ഈസ് ഫിൽഡ് വിത്ത്, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എ പിസ്റ്റൺ ഈസ് ഫിൽഡ് വിത്ത് 0.04 മോൾ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് എക്സ്പാൻസ്. അപ്പൊ വർക്കിന്റെ സൈൻ നെഗറ്റീവ് ആയിരിക്കും, വർക്കിന്റെ സൈൻ നെഗറ്റീവ് ആയിരിക്കും, വർക്ക് നെഗറ്റീവ് ആയിരിക്കും. വർക്ക് ഇതിൽ ഏതൊരു ഓപ്ഷനാണ്? എക്സ്പാൻസ്, രണ്ട് വാല്യൂം സെയിം ആണ്, അതുകൊണ്ട് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. റിവേഴ്സിബിളി ഫ്രം എ 50 milliliter to 375 milliliter at a constant external pressure of 37 degrees Celsius as it does so it absorb 208 joule. Yes, absorb. അപ്പൊ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന, അപ്പൊ ഹീറ്റിന്റെ സൈൻ പോസിറ്റീവ്, വർക്ക് നെഗറ്റീവ്. പ്രോബ്ലം ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, എല്ലാ ഓപ്ഷനും 208 തന്നെയാണ്. സോ ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ല. First law of thermodynamics, energy can neither be created nor be destroyed, transformed from one form to another form. Total energy in the universe is constant. First law ന്റെ mathematical representation, delta U equal to Q plus W. Qന്റെ വാല്യൂം വർക്കിന്റെ വാല്യൂം കൊടുക്കുന്നതിന് മുമ്പ് സൈൻ കൺവെൻഷൻ ശ്രദ്ധിക്കണം. ഹീറ്റ് അബ്സോർബ് ചെയ്താൽ സൈൻ പോസിറ്റീവ്, ഹീറ്റ് റിലീസ് ചെയ്താൽ സൈൻ നെഗറ്റീവ്. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം പോസിറ്റീവ്, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം നെഗറ്റീവ്. ഓക്കെ, first law of thermodynamics in a conclusions during isothermal process. Yes, isothermal process il delta U equal to 0 because delta U equal to NCV delta T. So delta U equal to 0. So delta U equal to 0 ആകുമ്പോൾ നമുക്കറിയാം according to first law delta U എന്ന് പറയുന്നത് Q plus W ആണ്. So Q plus W equal to 0, Q equal to minus W. അത് ഐസോതെർമൽ ഇറിവേഴ്സിബിൾ ആകുമ്പോൾ W മൈനസ് പി എക്സ്ട്രാ ഡെൽറ്റ വി കൊടുത്ത് ചെയ്യണം. ഐസോതെർമൽ റിവേഴ്സിബിൾ ആകുമ്പോൾ ഡബ്ല്യൂന്റെ സ്ഥാനത്ത് -2.3 NRT log VF/VI വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാം. ഡ്യൂറിംഗ് ഐസോകോറിക് ഡെൽറ്റ വി ഈക്വൽ ടു 0, സോ W ഈക്വൽ ടു 0. So delta U equal to heat at a constant volume. Isocoric process. Yes, during adiabatic process Q equal to 0. Delta U equal to W adaya. During cyclic process state function change ആയ delta U 0. So Q plus W equal to 0. So Q equal to minus W. Yeah. Q equal to minus W. ഈ ക്വസ്റ്റ്യൻ എന്താ? 1 mole of an ideal gas at 300 Kelvin is expanded isothermally from initial volume 1 liter to 10 liter. Delta U isothermally. Yes, isothermally ആവുമ്പോൾ NCV delta T വെച്ച് ചെയ്യുമ്പോൾ ഡെൽറ്റ യു എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുകൊണ്ട് ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ യു തന്നെയാണ് ചോദിച്ചത്. സോ ഡെൽറ്റ യു is taken as 0. Delta U is taken as 0. ഈ ക്വസ്റ്റ്യൻ ഇൻ ആൻ അഡിയാബാറ്റിക് പ്രോസസ്സിൽ Q 0. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് കറക്റ്റ് ട്രൂ? ഡെൽറ്റ യു ഈക്വൽ ടു W. ഡെൽറ്റ യു ഈക്വൽ ടു W. ഇത് തെറ്റാണ്. മൈനസ് ഡെൽറ്റ യു ഈക്വൽ ടു മൈനസ് W. യെസ്, സോ ഇറ്റ് ഈസ് ഡെൽറ്റ യു ഈക്വൽ ടു W ക്ക് ഈക്വൽ ആണ്. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. In an isocoric process, the increase in internal energy. Yes, internal difference എന്ന് പറയുന്ന ഐസോകോറിക്കിൽ ഡെൽറ്റ വി 0. ഡെൽറ്റ വി 0 ആകുമ്പോൾ W 0 ബിക്കോസ് W ഈക്വൽ ടു പി ഡെൽറ്റ വി ആണ്. സോ ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ ആണ്. ഡെൽറ്റ യു ഈക്വൽ അപ്പൊ ഡെൽറ്റ യു കൂടാൻ കാരണം ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത് കൊണ്ടാണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ദ ഹീറ്റ് അബ്സോർബ്ഡ്. കാരണം ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ എന്നല്ലേ വരുന്നത്, ക്യൂ അല്ലേ, അപ്പൊ ഹീറ്റ് അബ്സോർബ് ആണ്. ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ ഇന്റേണൽ കൂടും. സോ ഡെൽറ്റ യു ഈക്വൽ ടു ഹീറ്റ് അബ്സോർബ്ഡ്. ഇവിടെ ഹീറ്റ് ഇവോൾവ്ഡ് എടുക്കരുത്. ഹീറ്റ് ഇവോൾവ് ചെയ്താൽ ഡെൽറ്റ യു കുറയാ ചെയ്യാം. ഡെൽറ്റ യുക്ക് കാരണം ക്യൂ ആണ്. അത് പ്ലസ് ക്യൂ ആണെങ്കിൽ ഡെൽറ്റ യു കൂടും, അത് മൈനസ് ക്യൂ ആണെങ്കിൽ ഡെൽറ്റ യു കുറയും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എന്താ? സെർട്ടൈൻ മാസ് ഓഫ് ഐഡിയൽ ഗ്യാസ് അബ്സോർബ് 80 ആട്ടത് 80 kilojoule heat and gas is expanded from 2 liter to 10 liter against a constant external pressure of 25 bar. What is delta U for gas in process? Yes, നമുക്കറിയാം delta U equal to Q plus W. Delta U is equal to Q plus P delta V. Q എത്ര? Q 80. 80 plus 80 ആണ് മൈനസ് 80 ആണ്. അബ്സോർബ് അപ്പോൾ പ്ലസ് 80 പ്ലസ് പ്രഷർ എത്ര? കോൺസ്റ്റന്റ് എക്സ്റ്റേണൽ പ്രഷർ ഓഫ് 25 ബാർ 25 പി ഇൻറ്റു ഡെൽറ്റ വി. വോളിയത്തിന്റെ ചേഞ്ച് എത്ര? 2 ലിറ്റർ ടു 10 ലിറ്റർ. അപ്പൊ 8. ഓക്കെ,
ഹീറ്റ് ഉള്ളത് കിലോ ജൂളിലും ഹീറ്റ് ഉള്ളത് കിലോ ജൂളിലാണ്. ഹീറ്റ് കിലോ ജൂളിലാണ്. അപ്പം വർക്ക് എത്രയിലുള്ളത്? വർക്ക് ഉള്ളത് 25 × 8 വർക്കിനെ നമ്മൾ വർക്കിനെയും കിലോ ജൂൾക്ക് മാറ്റണം. അപ്പോൾ അവിടെ എഴുതാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് നീക്കിയാലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 80 + 25 × 8 ലിറ്റർ ബാറിനെ നമുക്ക് ജൂൾക്ക് മാറ്റാൻ 100, അതിനെ കിലോ ജൂളിലോട്ട് മാറ്റാൻ 10⁻⁻3. ഓക്കെ, സോ അപ്പം 80 ആൻസർക്ക് കിലോ ജൂള. 80 + 25 × 8 എന്ന് പറഞ്ഞാൽ 200. ഓക്കെ, 200 × 100 × 10⁻³ കിലോ ജൂൾക്ക് മാറി. സോ 80 + ഈ 100-ലെ 0-ഉം 10⁻³ കട്ടായി. ഈ 0-യും 10⁻⁻1-ഉം അവിടെ ഫുള്ള് കട്ടായി പോയി. സോ ആൻസർ 20. 80 + -20 അതെന്താ? എക്സ്പാൻഡ്. അപ്പോൾ വർക്കിന്റെ സൈൻ നെഗറ്റീവ് ആയിരിക്കും. സോ 80 - 20 = 60 ആണ് ആൻസർ. സോ ഓപ്ഷൻ 3 is the right answer. ഓക്കെ, അപ്പൊ ലിറ്റർ ബാറിനെ ജൂൾക്ക് മാറ്റി, ജൂൾ കിലോ ജൂൾക്കിലോട്ട് മാറ്റി, അങ്ങനെയാണ് ചെയ്തു പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. എ സിസ്റ്റം പ്രൊവൈഡഡ് 50 ജൂൾ ഹീറ്റ്. System is provided 50 joule heat and work done on the system is 10 joule. The change in internal energy during the process is upper delta U is equal to Q + W. A system is system 50 joule heat കിട്ടുകയാണ്. അപ്പോൾ 50 + work done on the system 30. 50 + 30 എത്ര വരുന്നത്? 80. ഓക്കെ, 50 + 30 80. സോറി 10 അല്ലേ, 30 അല്ലല്ലോ, 10. 50 + 10 60. ഓക്കെ, ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ അപ്പൊ നമ്മൾ ഇന്റേണൽ ഹീറ്റ്, വർക്ക്, സൈൻ കൺവെൻഷൻ ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. എൻതാൽപ്പി ഈസ് ഓൾസോ എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. എൻതാൽപ്പി H = U + PV. ഡെൽറ്റ H = ഡെൽറ്റ U + P ഡെൽറ്റ V. എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ. ഈ ഡെൽറ്റ U = ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം, ഡെൽറ്റ H = ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഡെൽറ്റ വളരെ ഇമ്പോർട്ടൻ്റ് റിലേഷൻ ഫോർ ഇൻ ദ കേസ് ഓഫ് ഗ്യാഷ്യസ് റിയാക്ടൻ്റ് ആൻഡ് പ്രൊഡക്റ്റ്. ഡെൽറ്റ H = ഡെൽറ്റ U + ഡെൽറ്റ NGRT. ഡെൽറ്റ NG 0 ആണെങ്കിൽ ഡെൽറ്റ Hഉം ഡെൽറ്റ Uം ഈക്വൽ ആയിരിക്കും. ഡെൽറ്റ NG പോസിറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ H ഗ്രേറ്റർ ദാൻ ഡെൽറ്റ U ആയിരിക്കും. ഡെൽറ്റ NG നെഗറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ H ലെസ് ദാൻ ഡെൽറ്റ U ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. ദ വാല്യൂ ഓഫ് ഡെൽറ്റ H - ഡെൽറ്റ U for the following reaction at 27 degrees Celsius. Okay, delta H is equal to delta U + delta NGRT. So delta H - delta U equal to delta NGRT. ഓക്കെ, അപ്പോൾ ആൻസറിലൊക്കെ RT അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡെൽറ്റ NG എത്ര? പ്രൊഡക്റ്റ് എത്ര മോളാണുള്ളത്? പ്രൊഡക്റ്റ് 4 മോള്. റിയാക്ടൻ്റ് എത്ര മോളാണ്? റിയാക്ടൻ്റ് 2 മോള്. അപ്പോൾ ഡെൽറ്റ NG എത്ര? പ്രൊഡക്റ്റ് മൈനസ് റിയാക്റ്റൻ്റ്. അപ്പോൾ ഡെൽറ്റ NG എന്ന് പറയുന്നത് 2 ആണ്. ഡെൽറ്റ NG 2 ഇൻറ്റു ആറിൻ്റെ വാല്യൂ എത്ര? ആറിൻ്റെ വാല്യൂ എത്ര വരുന്നത്? 8.3 അല്ലേ? ഓപ്ഷനിൽ നോക്കൂ, ഓപ്ഷനിലൊക്കെ അതുണ്ട്. 8.3 ഉണ്ട്. ആറിൻ്റെ വാല്യൂ 8.314. അപ്പോൾ 2 ഇൻറ്റു 8.314 ഇൻറ്റു ടെമ്പറേച്ചർ എത്ര? 27 ഡിഗ്രി 300. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ആണ്, +2 ആണ്. കാരണം നമ്പർ ഓഫ് മോൾ ഓഫ് പ്രൊഡക്റ്റ് 4 ആണ്, നമ്പർ ഓഫ് മോൾ ഓഫ് റിയാക്റ്റൻ്റ് 2 ആണ്. അപ്പോൾ 4 - 2 2 ആണ്. അപ്പം +2 വരുന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ 2 ഇൻറ്റു 300 ഇൻറ്റു 8.314. ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എന്താ? അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഓഫ് ദ റിയാക്ഷൻ ഡെൽറ്റ U - ഡെൽറ്റ H ആ കിട്ടേണ്ടത്. നമ്മൾ ഇക്വേഷൻ എന്താ? ഡെൽറ്റ H ഈസ് ഈക്വൽ ടു ഡെൽറ്റ U + ഡെൽറ്റ NGRT. ഓക്കെ, ഡെൽറ്റ U + ഡെൽറ്റ NGRT. അപ്പം നമ്മൾ കാണേണ്ടത് എന്താ? കാണേണ്ടത് ഡെൽറ്റ U - ഡെൽറ്റ H ആണ്. ഡെൽറ്റ U - ഡെൽറ്റ H എന്ന് പറയുമ്പോൾ
മൈനസ് ഡെൽറ്റ എൻ ജി ആർ ടി ആയിരിക്കും. സോ മൈനസ് ഡെൽറ്റ എൻ ജി എത്രയെന്ന് നോക്കും. പ്രൊഡക്റ്റ് ലിക്വിഡ് കൂട്ടത്തില്ല, ലിക്വിഡ് എടുക്കാൻ പാടില്ല. ഗ്യാസ് 3 മോൾ ഉണ്ട്. 3 മൈനസ് 6, സോ -3. സോ -3 RT. So the answer is 3 RT. Option 3 is the right answer. Option 3 is the right answer. 3 RT. Okay. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഫോർ ദ കമ്പസ്റ്റൻ ഓഫ് 1 മോൾ ഓഫ് എ ലിക്വിഡ് ബെൻസീൻ അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ്, ദ ഹീറ്റ് ഓഫ് റിയാക്ഷൻ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈസ് 780.9 കിലോ കലോറി. ആ തന്നത് ഹീറ്റ് ഓഫ് റിയാക്ഷൻ അറ്റ് കോൺസ്റ്റന്റ് പ്രഷറാണ്. സോ ഇറ്റ് ഈസ് ഡെൽറ്റ എച്ച്. ഹീറ്റ് ഓഫ് റിയാക്ഷൻ അറ്റ് കോൺസ്റ്റന്റ് വോളിയാണ് ചോദിച്ചത്. അപ്പോൾ ചോദിച്ചത് ഏതാണ്? ഡെൽറ്റ യു ആണ്. നമ്മൾ ഇക്വേഷൻ എന്താ? ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോവാണ്. എന്താ ചെയ്യുന്നത്? ഡെൽറ്റ എച്ച് ആണ് തന്നിരിക്കുന്നത്, ഡെൽറ്റ യു ആണ് ചോദിച്ചത്. സോ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ എൻ ജി ആർ ടി ആണ്. ഡെൽറ്റ എച്ച് എത്ര തന്നിരിക്കുന്നത്? ഡെൽറ്റ എച്ച് മൈനസ് 780.9 minus 780. Delta U is equal to delta H minus delta NGRT ആണ് അല്ലേ? അപ്പോൾ ഡെൽറ്റ എച്ച് എത്രയും -780.9 മൈനസ് ഡെൽറ്റ എൻ ജി എത്രയാണ്? ഡെൽറ്റ എൻ ജി പ്രൊഡക്റ്റ് ഇവിടെ 6, റിയാക്റ്റൻ്റ് എത്രയുള്ളത്? റിയാക്റ്റൻ്റ് 7.5. 6 minus 7.5. So it is minus 1.5. So minus 1.5 into ആറിൻ്റെ വാല്യൂ ആൻസർ കിലോ കലോറിയിൽ. അപ്പോൾ 6 2 കലോറി. 2നെ കിലോ കലോറിക്ക് മാറ്റാൻ 10⁻³ ടെമ്പറേച്ചർ 298. സോ minus 780.9 പ്ലസ് 1.5 into 298. അപ്പോൾ അപ്രോക്സിമേറ്റ് നമുക്ക് 3 ആക്കി എടുത്താൽ 2 into 398 എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ് എത്ര വരുന്നുണ്ട്? -1.5 1.5 into 2 എന്ന് പറയുന്നത് 3. അപ്പോൾ അപ്രോക്സിമേറ്റ് ഇത് രണ്ട് ഗുണിച്ചാൽ 3 into 300 അപ്രോക്സിമേറ്റ് 900ൻ്റെ അടുത്ത് എടുക്കുകയാണെങ്കിൽ 900 into 10⁻³ So minus 780.9 plus approximate 0.9. മൈനസ് 780 കുറച്ച് വാല്യൂ കുറഞ്ഞതായിരിക്കും. -780.9. ഓക്കെ, -780.9 0.9 കുറച്ചാൽ ആൻസർ അപ്രോക്സിമേറ്റ് കറക്റ്റ് -780. ഓക്കെ, അപ്പോൾ -780 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ക്വസ്റ്റ്യൻ്റെ ബാക്കിയുള്ള ഓപ്ഷനുകൾ 780യുടെ മേലെയാണ്. ആ ആൻസർക്ക് എങ്ങനെയാണ് വരിക എന്നറിയോ? നമ്മൾ ഡെൽറ്റ എച്ചിന് നെഗറ്റീവ് സൈന് കൊടുത്തിട്ടില്ല എങ്കിൽ ആൻസർ 780ൻ്റെ മേലെ പോകും. അപ്പോൾ നമ്മൾ ഓപ്ഷൻ മാറിപ്പോകും. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എച്ച് നെഗറ്റീവ് സൈന് കൊടുക്കാൻ മറന്നാൽ ഉത്തരം ആൻസർ തെറ്റിപ്പോകും. ഈ ക്വസ്റ്റ്യൻ എന്താ മക്കൾ നോക്കിയേ? ഡിഫറൻസ് ബിറ്റ്വീൻ ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ യു ഓഫ് ദ കമ്പഷൻ ഓഫ് ബെൻസീൻ. അപ്പോൾ ബെൻസീൻ കാത്തുന്ന ഇക്വേഷൻ എന്താ? C6H6 plus CXHY plus X plus Y/4 O2 gives XCO2 plus Y/2 H2 വെച്ച് ചെയ്യാം. പക്ഷെ തൊട്ട് മുമ്പിൽ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ ഇവിടെ ഉണ്ടല്ലോ, ബെൻസീൻ്റെ കമ്പഷൻ ഡെൽറ്റ എൻ ജി -1.5 ആണ് നമ്മളെ കയ്യിലുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ യു അല്ല കിട്ടേണ്ടത്. ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ യു എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. ഓക്കെ, സോ ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൻ ജി ആർ ടി. നേരത്തെ നമ്മൾ ഡെൽറ്റ എൻ ജി നമ്മൾ എത്ര പറഞ്ഞിരുന്നത്? -1.5 ആയിരുന്നു. സോ -1.5 ഇൻറ്റു ആറിൻ്റെ ജൂളിലെ വാല്യൂ 8 കിലോ ജൂൾക്ക് മാറ്റുമ്പോൾ 10⁻³ ടെമ്പറേച്ചർ എത്ര? 300.
ഓക്കെ. അപ്പം -1.5 × 8 × 300 അല്ലേ വരുന്നത്. -1.5 × 8 × 300 എന്ന് പറയുമ്പോൾ ഇത് ജസ്റ്റ് കട്ട് ചെയ്ത് പോയാൽ 10⁻³ 300 കട്ടായി പോയാൽ 10⁻1. ഓക്കെ. അപ്പോൾ -1.5 × 3 × -1.5 × 3 × 8 × 10⁻1 അപ്പോൾ തന്നെ എൻ്റെ മക്കൾക്ക് മനസ്സിലാകും. അപ്രോക്സിമേറ്റ് ആൻസർ -1.5 × 3 ആണ് 3 36ൻ്റെ അടുത്ത് വരികയാണെങ്കിൽ -3.6 അത് വരുന്നത്. -3.6 എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ് -3.7 അപ്രോക്സിമേറ്റ് ആൻസർ അല്ലേ. -3 something ആണ് അപ്രോക്സിമേറ്റ് ആൻസർ. ഓപ്ഷൻ 2 is the right answer. ഓക്കെ. Heat of reaction or enthalpy of reaction. Heat of reaction, enthalpy of reaction. It is the enthalpy change of a reaction. Or reaction enthalpy ആണ് നമ്മൾ enthalpy of reaction എന്ന് പറയുന്നത്. Sum of enthalpies of product minus sum of enthalpies of reactant. It is the enthalpy change associated with a particular reaction. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഒരു മോൾ സബ്സ്റ്റൻസ് അതിൻ്റെ കോൺസ്റ്റിറ്റ്വൻ്റ് എലമെൻ്റ് എന്ന് ഫോം ചെയ്യുക ഇൻ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്. ഒരു മോൾ ഫോം ചെയ്യാൻ വേണ്ട എൻതാൽപ്പിയാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. റിയാക്ടൻ്റുകളുടെയും പ്രൊഡക്റ്റുകളുടെയൊക്കെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ്റെ വാല്യൂ അറിയാമെങ്കിൽ ഒരു റിയാക്ഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്ടൻ്റ് മൈനസ് സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ്. എൻതാൽപ്പി ഓഫ് കമ്പസ് എന്ന് പറഞ്ഞാൽ ഒരു മോൾ സബ്സ്റ്റൻസ് ഫ്രീ എക്സസ് എയറിൽ കത്തുമ്പോൾ റിലീസ് ആവുന്ന എനർജിയാണ് എൻതാൽപ്പി ഓഫ് കമ്പസ്യൻ. എൻതാൽപ്പി ഓഫ് കമ്പസിൻ്റെ വാല്യൂ അറിയാമെങ്കിൽ റിയാക്ഷൻ്റെ വാല്യൂ കാണാൻ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് കമ്പസ്യൻ ഓഫ് റിയാക്ടൻ്റ് മൈനസ് സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് കമ്പസ്യൻ ഓഫ് പ്രൊഡക്റ്റ് ചെയ്താൽ മതി. അപ്പം നമുക്ക് റിയാക്ഷൻ്റെ എൻതാൽപ്പി കിട്ടും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കാം. Hess's law, it is the enthalpy change is same. The enthalpy change is same whether the process takes place in a single step or several step. ഈ ഗ്രാഫ് ഈ സൈക്കിൾ പ്രകാരം ഡെൽറ്റ ആർ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ H1 പ്ലസ് ഡെൽറ്റ H2 പ്ലസ് ഡെൽറ്റ H3ക്ക് ഈക്വൽ ആയിരിക്കും. The enthalpy change is same whether the process takes place in a single step or several step. ഓക്കെ. ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ എക്സ് ഗീവ്സ് 2y ഇതിൻ്റെ എൻതാൽപ്പിയാണ് കിട്ടേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്നത് 3 സ്റ്റെപ്പുകൾ തന്നിട്ടുണ്ട്. അതിനൊക്കെ നമ്മൾ 1 2 3 എന്ന് മാർക്ക് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എക്സ് ഗീവ്സ് 2y ആണ്. എന്നാൽ ഇവിടെ ഉള്ളത് എന്താ, ഹാഫ് എക്സ് ആണ്. വേറെ എവിടെയും എക്സ് കാണുന്നില്ല. അപ്പോൾ എന്തായാലും ഇക്വേഷൻ 1നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് എക്സ് ആവും. Z 2z ആവും. ഇക്വേഷൻ 1/2 പ്ലസ് Z 2z ആവും. Z കട്ടായി പോകണം, കാരണം ചോദിച്ച ഇക്വേഷനിൽ Z കാണുന്നില്ല. അപ്പോൾ 2z കട്ടായി പോകണമെങ്കിൽ ഇക്വേഷൻ 2നെ നമ്മൾ 2 കൊണ്ട് ഗുണിക്കേണ്ടി വരും. പ്ലസ് ഇക്വേഷൻ 3ൽ നമുക്ക് 2y ആണ് കിട്ടേണ്ടത്. ഇവിടെ ഹാഫ് y ആണുള്ളത്. അപ്പോൾ ഇക്വേഷൻ 3നെ നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഇക്വേഷൻ 1/2 2 × 2 3 × 4 അല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇക്വേഷൻ 1/2 അല്ല, ഇക്വേഷൻ 1 × 2 ആണ്. കാരണം ഇവിടെ ഹാഫ് എക്സ് ശ്രദ്ധിച്ചില്ല, ഹാഫ് എക്സ് അല്ലേ. അപ്പോൾ അതിനെ × 2 ചെയ്യുമ്പോഴല്ലേ എക്സ് ആവുക. ഓക്കെ, ശ്രദ്ധിക്കട്ടോ. 1 × 2 പ്ലസ് 2 × 2 പ്ലസ് 3 × 4. യെസ്, എല്ലാത്തുനിന്നും കോമൺ ആയിട്ട് 2നെ പുറത്തേക്ക് എടുത്താൽ ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 പ്ലസ് ഇക്വേഷൻ 3 × 2 എന്ന് വരും അല്ലേ. അതാണ് അപ്പോൾ ഓപ്ഷൻ 3 അല്ല ആൻസർ. 2നെ പുറത്തേക്ക് എടുത്താൽ Q1 പ്ലസ് Q2 പ്ലസ് 2Q3 ആണ് അവിടുത്തെ വാല്യൂ ആയിട്ട് വരിക. ഓക്കെ, നോക്കൂ. ഇഫ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഈസ് 300 ജൂൾ, വെൻ 100 കലോറി ഹീറ്റ് ഈസ് സപ്ലൈഡ് ടു ഇറ്റ്, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു Q പ്ലസ് W. Q എത്ര, 3 ജൂൾ. വെൻ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഈസ്, സിസ്റ്റം ചെയ്ത വർക്ക് എത്രയാണ്, 300 ജൂളാണ്. വെൻ 100 കലോറി ഹീറ്റ് ഈസ് സപ്ലൈഡ് ടു ഇറ്റ്, അപ്പോൾ ഹീറ്റ് എത്ര, 100 സപ്ലൈഡ് ടു ഇറ്റ്. അപ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്യണം. അപ്പോൾ ഹീറ്റിൻ്റെ സൈന് പോസിറ്റീവാണ്. സോ 100 കലോറിയാണ്. ആൻസറൊക്കെ ജൂളിലാണ്. അപ്പോൾ അതിനെ 4.2 കൊണ്ട് ഗുണിച്ചപ്പോൾ ജൂൾക്ക് മാറി, ഹീറ്റ് കിട്ടി. പ്ലസ് വർക്ക് എത്ര, 300 ആണ്. അപ്പോൾ ആൻസർ 100 × 4.2 എന്ന് പറഞ്ഞാൽ എത്രയാണ്,
420 ആണ്. സോ 420 ഇൻറ്റു 300 ആണ് ആൻസർ. 420 ഇൻറ്റു 300 എന്ന് പറഞ്ഞാൽ ദ ആൻസർ ഈസ് 720. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എന്താ? ഫോർ എ ഗ്യാഷ്യസ് റിയാക്ഷൻ എ ഗ്യാസ് പ്ലസ് 3b ഗ്യാസ് ഗിവ്സ് 3c ഗ്യാസ് 3d ഗ്യാസ്. Delta U is 17 kilocalorie at 27 degrees Celsius. Assuming R equal to 2 calorie per Kelvin per mole, the value of delta H for the above reaction. ഡെൽറ്റ എച്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്താ? യെസ്, പറ മക്കൾ പറ. ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി ആണ്. സോ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു എത്ര തന്നത്? 17 കിലോ കലോറിയാണ്. ആൻസർ എല്ലാം കിലോ കലോറിയിലാണ്, അതുകൊണ്ട് 17 അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഡെൽറ്റ എൻ ജി എത്ര? 33 എത്ര? 6 മൈനസ് 4 എത്രയാണത്? 2 അല്ലേ? 2 ഇൻറ്റു ആറിൻ്റെ വാല്യൂ എന്താ? 6 കലോറിയിലെ വാല്യൂ തന്നിട്ടുണ്ട് 2. ആൻസർ കിലോ കലോറിയാ 10⁻³ ഇൻറ്റു ടെമ്പറേച്ചർ എത്ര? 27 ഡിഗ്രിയാണ്. 27 ഡിഗ്രി എന്ന് പറയുമ്പോൾ 300 ആണ്. ഓക്കെ, 17 പ്ലസ് 2 ഇൻറ്റു 2 4 ഇൻറ്റു 3 12 അല്ലേ? 12 ഇൻറ്റു 10⁻³ 100-ലെ ഈ 2 സീറോയും കട്ടായി പോയാൽ അപ്പം എത്ര ഉണ്ടാവുക? 12 ഇൻറ്റു 10⁻⁻1 ബാക്കി. സോ ദ ആൻസർ ഈസ് 17 പ്ലസ് 1.2. 17 plus 1.2, so it is 18.2 kilocalorie. 18.2 kilocalorie. ഓക്കെ, ഇതിൽ ഏതാണ് എക്സോതെർമിക്കിന്റെ ഗ്രാഫ് എന്ന ചോദ്യം? പ്രൊഡക്റ്റിന്റെ എൻതാൽപ്പി കുറയുമ്പോൾ അത് എക്സോതെർമിക് ആകും. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 2 എന്താ? നൺ തെർമിക്. ഓപ്ഷൻ 2 എന്താ? ഡെൽറ്റ എച്ച് 0 ആയിരിക്കും, നോൺ തെർമിക് ആണ്. ഓപ്ഷൻ 3 എന്താ? ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആയിരിക്കും, എൻഡോതെർമിക് ആണ്. ഓപ്ഷൻ 4 എന്താ? ഡെൽറ്റ എച്ച് 0 ആണ്, നോൺ തെർമിക് ആണ്. ഈ ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഓഫ് ദ ഫോളോവിങ് വാല്യൂസ് ഓഫ് ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് പ്രൊഡക്റ്റ് ഈസ് ലീസ്റ്റ് സ്റ്റേബിൾ? യെസ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഒരു കോൺസെപ്റ്റ് ആണ്. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഈസ് മോർ നെഗറ്റീവ്. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ മോർ നെഗറ്റീവ് ആണെങ്കിൽ മോർ സ്റ്റേബിൾ ആയിരിക്കും. മോർ പോസിറ്റീവ് ആണെങ്കിൽ ലീസ്റ്റ് സ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ ലീസ്റ്റ് സ്റ്റേബിൾ ആ ചോദിച്ചത്. ലീസ്റ്റ് സ്റ്റേബിൾ ഈസ് മോർ പോസിറ്റീവ്. ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ഇതിൽ മോസ്റ്റ് സ്റ്റേബിൾ ചോദിച്ചിരുന്നെങ്കിൽ ഓപ്ഷൻ 2 ആവുമായിരുന്നു ആൻസർ. ക്ലിയർ? ഓക്കെ, മോർ നെഗറ്റീവ് ആയാൽ മോർ സ്റ്റേബിൾ, മോർ പോസിറ്റീവ് ആയാൽ ലെസ് സ്റ്റേബിൾ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇക്വേഷൻ റെപ്രസെന്റ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CH4? Enthalpy of formation is the enthalpy change when 1 mole of a substance, എല്ലാവരും 1 mole of form ചെയ്തു, from its constituent elements. എല്ലാം കോൺസ്റ്റിറ്റ്വന്റ് എലമെന്റ് ആണ്, കോൺസ്റ്റിറ്റ്വന്റ് എലമെന്റ് ആണ്. ഇത് കോൺസ്റ്റിറ്റ്വന്റ് എലമെന്റ് അല്ല, എലമെന്റൽ ഫോം H2 സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഇനി സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്. യെസ്, ഡയമണ്ട് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് അല്ല, ഗ്രാഫൈറ്റ് ആണ് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. The most stable state of allotrope of carbon is graphite ആണ്. അതുകൊണ്ട് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് ഗ്രാഫൈറ്റ് ആയതുകൊണ്ട് ഗ്രാഫൈറ്റും ഹൈഡ്രജൻ ഗ്യാസും കൂടി ചേർന്ന് CH4 വരുമ്പോൾ ഉണ്ടാവുന്നതാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ഈ ക്വസ്റ്റ്യൻ എന്താണ്? ഫ്രം ദ തെർമോകെമിക്കൽ ഇക്വേഷൻ C graphite plus R4 to give CO gas, equation number 1. CO plus R4 to give CO2 gas, equation number 2. ചോദിച്ചത് C plus O2 gives CO2. C plus O2 gives CO2 കിട്ടാൻ equation 1 plus equation 2. equation 1 plus equation 2 ചെയ്താൽ തന്നെ C plus O2 gives CO2 കിട്ടും. CO കട്ടായി, ഈ COയും ഈ COയും കട്ടായി പോകും. 1 plus equation 1ന്റെ വാല്യൂ എത്ര? -110.5. equation 2ന്റെ വാല്യൂ എത്ര? -283.2. So the answer is -393.7. Okay, H2 plus Cl2 gives 2HCl. Equation number 1 കൊടുക്കാം. 2Na plus 2HCl gives 2NaCl plus H2. Equation number 2 കൊടുക്കാം. ഡെൽറ്റ H ആണ് ചോദിച്ചത്. ഡെൽറ്റ H of Na plus 0.5 Cl2 gives NaCl. Na എന്ന് കിട്ടണമെങ്കിൽ ഇവിടെ 2Na ഉണ്ട്. അപ്പോൾ ഇക്വേഷൻ 2നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. പ്ലസ് Na പ്ലസ് ഹാഫ് Cl2 അല്ലേ കിട്ടേണ്ടത്.
ഇവിടെ ഒരു Cl2 ഉണ്ട്. അപ്പോൾ ഇക്വേഷൻ 1നെയും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ വാല്യൂ ഒന്ന് എഴുതി നോക്കാം. ഇക്വേഷൻ 2ന്റെ വാല്യൂ എത്ര? ഇക്വേഷൻ 2ന്റെ വാല്യൂ -152/2 പ്ലസ് ഇക്വേഷൻ 1ന്റെ വാല്യൂ എത്ര? -44/2. 152/2 70 സംതിങ്, -44 20 സംതിങ്. സോ ആൻസർ ഈസ് -19ന്റെ സംതിങ്. സോ ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മക്കൾ നോക്കിയേ. ദ ഹീറ്റ് ഓഫ് സൊല്യൂഷൻ ഓഫ് ആൻഹൈഡ്രസ് CuSO4 തന്നിട്ടുണ്ട്. ആൻഡ് ഹൈഡ്രേറ്റഡ് CuSO4ന്റെ എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ തന്നിട്ടുണ്ട്. വാട്ട് വിൽ ബി ദ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഓഫ് ആൻഹൈഡ്രസ് CuSO4? ഇത് നമുക്ക് രണ്ട് ഇക്വേഷൻ ആയിട്ട് ഹെസ്സസിലോ വെച്ചും ചെയ്യാം, അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താ ഇക്വേഷൻ? ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ ഓഫ് anhydrous മൈനസ് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ ഓഫ് ഹൈഡ്രേറ്റഡ് ആണ്. ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഒരു സോൾട്ടിന്റെ ആൻഹൈഡ്രസ് ഫോമിൽ എൻതാൽപ്പി ഓഫ് സൊല്യൂഷനിൽ നിന്നും ആ സോൾട്ടിന്റെ ഹൈഡ്രേറ്റഡ് ഫോമിൽ എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ മൈനസ് ചെയ്യണം. എന്താ ആൻഹൈഡ്രസിലെ വാല്യൂ എത്ര? യെസ്, -15.89 മൈനസ് ഹൈഡ്രേറ്റഡ് ഫോമിലെ വാല്യൂ ആണ് സെക്കൻഡ് വാല്യൂ 2.80. -15.89 മൈനസ് 2.80 എന്ന് പറഞ്ഞാൽ -18 അല്ലേ? മൈനസ് വാല്യൂ ആയിരിക്കും. ഇറ്റ് ഈസ് -18.69. ഓപ്ഷൻ 1 ഈസ് റൈറ്റ് ആൻസർ. -15.89 -2.80 എന്ന് പറഞ്ഞാൽ അത് രണ്ടും കൂട്ടിയിട്ട് നെഗറ്റീവ് സൈൻ ആയിരിക്കും വരിക, അല്ലേ? -18.69. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷൻ. ഒരു മോൾ സബ്സ്റ്റൻസ് അതിലെ ബോണ്ടുകളെല്ലാം ബ്രേക്ക് ചെയ്തിട്ട് അതിന്റെ ആറ്റങ്ങളായി മാറുന്ന എൻതാൽപ്പിയാണ് എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷൻ. സോ ഇറ്റ് ഈസ് ദ കംപ്ലീറ്റ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയാണ്. അപ്പൊ ഇൻ ദ കേസ് ഓഫ് ഡയാറ്റോമിക് മോളിക്യൂളിന്റെ കേസിൽ ആ ആറ്റങ്ങൾക്കിടയിലുള്ള ആ ബോണ്ടുകൾക്കിടയിലുള്ള എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയാണ്. സോ ബോണ്ട് എൻതാൽപ്പിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഡയാറ്റോമിക് മോളിക്യൂളിന്റെ കേസിൽ ബോണ്ട് എൻതാൽപ്പി ഈസ് ദ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയാണ്. ഇൻ ദ കേസ് ഓഫ് പോളിയാറ്റോമിക് മോളിക്യൂളിന്റെ കേസിൽ CH4 ആണെങ്കിൽ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത് ടോട്ടൽ ആറ്റോമൈസേഷൻ, ടോട്ടൽ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ബൈ 4 ചെയ്യണം. ആ കോൺസെപ്റ്റ് ആണ് മീൻ ബോണ്ട് എൻതാൽപ്പി. എന്തെൻതാൽപ്പി? മീൻ ബോണ്ട് എൻതാൽപ്പി. ഒരു കെമിക്കൽ റിയാക്ഷനിലെ റിയാക്ടന്റുകളുടെയും പ്രൊഡക്റ്റുകളുടെയൊക്കെ എൻതാൽപ്പി, ബോണ്ട് എൻതാൽപ്പിന്റെ വാല്യൂ തന്നാൽ റിയാക്ഷൻ എൻതാൽപ്പി കാണാൻ സം ഓഫ് ബോണ്ട് എൻതാൽപ്പീസ് ഓഫ് റിയാക്ടൻസ് മൈനസ് സം ഓഫ് ബോണ്ട് എൻതാൽപ്പീസ് ഓഫ് പ്രൊഡക്റ്റ് ആണ്. എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ, ഒരു മോൾസ് സോളിഡ്സ് അയോണിക് കോമ്പൗണ്ട്സ് അതിന്റെ സ്പെസിഫൈഡ് എമൗണ്ട് സോൾവെന്റ് ലയിക്കുമ്പോൾ ഉണ്ടാവുന്ന എൻതാൽപ്പിയാണ് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ. ഓക്കെ, എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ അക്കോർഡിംഗ് ടു ഹെസ്സസ് ലോ ലാറ്റിസ് എൻതാൽപ്പിയുടെയും ഹൈഡ്രേഷൻ എൻതാൽപ്പിയുടെയും സം ആയിരിക്കും. സോ എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു ലാറ്റിസ് എൻതാൽപ്പി പ്ലസ് ഹൈഡ്രേഷൻ എൻതാൽപ്പി. ഓക്കെ, ലാറ്റിസ് എൻതാൽപ്പിയുടെ സൈന് പോസിറ്റീവാ, ഹൈഡ്രേഷൻ എൻതാൽപ്പിയുടെ സൈന് നെഗറ്റീവാ. ഇപ്പൊ രണ്ടും ആഡ് ചെയ്യുമ്പോൾ ഏതാണോ വലുത് അതിന്റെ സൈന് വരും. ഓക്കെ, അപ്പൊ എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ബോണ്ട് ഡിസോസിയേഷൻ ഓഫ് ഗ്യാഷ്യസ് H2 ഡയാറ്റോമിക് മോളിക്യൂളിന്റെ കേസിൽ ബോണ്ട് ഡിസോസിയേഷൻ തന്നെയാണ് ബോണ്ട് എൻതാൽപ്പി. Cl2 ഡയാറ്റോമിക് മോളിക്യൂളിന്റെ കേസിൽ ബോണ്ട് ഡിസോസിയേഷൻ തന്നെയാണ് ബോണ്ട് എൻതാൽപ്പി. HCl, അപ്പോൾ ഈ തന്നിരിക്കുന്നതെല്ലാം H2Cl2 HClന്റെ ബോണ്ട് എൻതാൽപ്പിയാണ്. വാട്ട് ഈസ് ദ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഫോർ HCl ഗ്യാസ്? യെസ്, HCl ഉണ്ടാവുന്ന ഇക്വേഷൻ half H2 പ്ലസ് half Cl2 gives HCl. ഇതിന്റെ എൻതാൽപ്പിയാണ് ചോദിച്ചത്. അപ്പൊ ഈ റിയാക്ഷൻ എൻതാൽപ്പി കിട്ടണമെങ്കിൽ ആ റിയാക്ഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ സം ഓഫ് എൻതാൽപ്പീസ് ബോണ്ട് എൻതാൽപ്പീസ് ഓഫ് റിയാക്റ്റന്റ്. H2ന്റെ ബോണ്ട് എൻതാൽപ്പി എത്രയാണ്? 104 ആണ്. അപ്പൊ 104ന്റെ പകുതിയാണ് ഹാഫ് ഇൻറ്റു 104 പ്ലസ് ഹാഫ് ഇൻറ്റു Cl2ന്റെ എത്ര? 58 ആണ്. സം ഓഫ് ബോണ്ട് എൻതാൽപ്പീസ് ഓഫ് റിയാക്റ്റന്റ് ആയി മൈനസ് ഒരു മോൾ HCl ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ അവിടുത്തെ ബോണ്ട് എൻതാൽപ്പി തന്നെ എടുത്താൽ മതി. -103. 104ന്റെ പകുതി 104ന്റെ പകുതി 52 പ്ലസ് 58ന്റെ പകുതി 29 -103. 52 പ്ലസ് 29 81. 81 -103
ആൻസർ -22. ഓപ്ഷൻ 2 is the right answer. അപ്പോൾ റിയാക്ഷൻ എൻതാൽപ്പി കാണാൻ സം ഓഫ് ബോണ്ട് എൻതാൽപ്പീസ് ഓഫ് റിയാക്ടന്റ് മൈനസ് സം ഓഫ് ബോണ്ട് എൻതാൽപ്പീസ് ഓഫ് പ്രൊഡക്റ്റ്. ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്, വളരെ നല്ലൊരു ചോദ്യം. എന്താണത്? ദ ബോണ്ട് ഡിസോസിയേഷൻ എനർജീസ് ഓഫ് X2 ഡയാറ്റോമിക് ആണ്, X2 Y2 XY. അപ്പൊ ഇവയുടെയൊക്കെ ബോണ്ട് ഡിസോസിയേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ബോണ്ട് എൻതാൽപ്പി തന്നെയാണ്. പക്ഷെ ആ ബോണ്ട് എൻതാൽപ്പിയുടെ റേഷ്യോ തന്നത് 1:0.5:1. 1:0.5:1. അപ്പോൾ ഒരാളെ വാല്യൂവിനെ നമ്മൾ എ എന്നെടുത്താൽ അടുത്ത ആളെ വാല്യൂവിനെ നമ്മൾ A/2 എടുക്കുക, അതിൻ്റെ അടുത്ത ആളെ വാല്യൂവിനെ നമ്മൾ എ എടുക്കുക. ദ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് XY തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഓഫ് X2 എന്നാ ചോദിച്ചത്. അപ്പൊ X2വിന്റെ ബോണ്ട് ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എ ആണ്. അപ്പൊ എക്ക് വാല്യൂ കാണണമെങ്കിൽ വളരെ സിമ്പിളാണ്. XYന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നിട്ടുണ്ട്. XYന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ്റെ ഇക്വേഷൻ എന്താ? ഹാഫ് X2 പ്ലസ് ഹാഫ് Y2 XY. ഇതിൻ്റെ എൻതാൽപ്പി അവർ തന്നാണ് -200. നമുക്കറിയാലോ -200 ഈസ് ഈക്വൽ ടു ഒരു റിയാക്ഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ സം ഓഫ് ബോണ്ട് എൻതാൽപ്പീസ് ഓഫ് റിയാക്ടന്റ്. യെസ്, ഹാഫ് ഇൻറ്റു X2വിൻ്റെ ബോണ്ട് എൻതാൽപ്പി എന്താണ്? എ ആണ്. പ്ലസ് ഹാഫ് ഇൻറ്റു Y2വിൻ്റെ ബോണ്ട് എൻതാൽപ്പി എന്താണ്? A/2 ആണ്. യെസ്, A/2 ആണ്. ഇപ്പൊ സം ഓഫ് ബോണ്ട് എൻതാൽപ്പീസ് ഓഫ് റിയാക്ടന്റ് ആയി. മൈനസ് XYൻ്റെ തന്നെയാണ്, എ തന്നെയാണ്. സോ A/2 പ്ലസ് A/4 മൈനസ് എ. A/2 പ്ലസ് A/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A/2 പ്ലസ് A/4 ദാറ്റ് ഈസ് ഈക്വൽ 3/4. 3/4 ആ 3/4A 3/4A മൈനസ് എ. യെസ്, 3/4A മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? 3/4A എന്ന് ഒരു എ കുറച്ചാൽ എന്തായിരിക്കും? -A/4 ആയിരിക്കും അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യൂ, സിമ്പിൾ അല്ലേ? എന്തായിരിക്കും? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3A മൈനസ് 4A. സോ -A/4 -A/4. അപ്പോൾ -A/4 ആണ് -200. അപ്പോൾ എ എന്ന് പറയുന്ന വാല്യൂ എത്രയായിരിക്കും? A ഈസ് ഈക്വൽ ടു -200 ഇൻറ്റു 4 ആണ്, -800 ആണ്. സോ ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട റിയാക്ഷൻസുകളൊക്കെയാണ് കഴിഞ്ഞത്. ശ്രദ്ധിക്കേണ്ടതാണ് മക്കളെ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്പോണ്ടേനിയസ് പ്രോസസ് ആൻഡ് നോൺ എന്താണ് സ്പോണ്ടേനിയസ് പ്രോസസ്? സ്പോണ്ടേനിയസ് പ്രോസസ് ആൻഡ് ഇറിവേഴ്സിബിൾ പ്രോസസ് ആൻഡ് may only be reversed by some external agency. നോൺ സ്പോണ്ടേനിയസ് പ്രോസസ് എന്താണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. എൻട്രോപ്പി സ്പോണ്ടേനിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് എനർജി ഫാക്ടറും ഡിസോർഡർ ഫാക്ടറും. എൻട്രോപ്പി ഈസ് ദ ഡിഗ്രി ഓഫ് ഡിസോർഡർ ഓർ റാൻഡംനെസ്. ΔS ഈസ് ഈക്വൽ Q റിവേഴ്സൽ ബൈ T. ΔS ഈസ് ഈക്വൽ S ഫൈനൽ മൈനസ് S ഇനീഷ്യൽ. എൻട്രോപ്പിയുടെ യൂണിറ്റ് ഹീറ്റ് ബൈ ടെമ്പറേച്ചർ ആയിട്ട് ജൂൾ പെർ കെൽവിൻ ആയിരിക്കും, ഓർ കലോറി പെർ കെൽവിൻ ആയിരിക്കും. ടോട്ടൽ എൻട്രോപ്പി ഓഫ് എ സിസ്റ്റം. ΔS ടോട്ടൽ പോസിറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസ് ആണ്, ΔS ടോട്ടൽ നെഗറ്റീവ് ആണെങ്കിൽ നോൺ സ്പോണ്ടേനിയസ് ആണ്, ΔS ടോട്ടൽ 0 ആണെങ്കിൽ അത് ഇക്വിലിബ്രിയത്തിലാണ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഡിസോർഡർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലോ ആണ് സെക്കൻഡ് ലോ. എൻട്രോപ്പി പറയുന്ന ലോ ആണ് സെക്കൻഡ് ലോ. തേർഡ് ലോയിൽ എന്താ പറയുന്നത്? അബ്സല്യൂട്ട് എൻട്രോപ്പിയാണ്. ഗിബ്സ് എനർജി G, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി വിച്ച് കൺവേർട്ടഡ് ഇൻ ടു യൂസ്ഫുൾ വർക്ക്. ഗിബ്സ് എനർജിയുടെ വാല്യൂ കുറയുന്നുണ്ടെങ്കിൽ സ്പോണ്ടേനിയസ് പ്രോസസ് നടക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. ΔG ഈക്വൽ ΔH മൈനസ് T ΔS. ΔG is the maximum amount of energy which converted into useful work. ΔG is a state function, G final minus G initial. ΔG system is equal to minus T ΔS total. Okay, ΔS total positive ആണെങ്കിൽ ആ പ്രോസസ്, ΔS total പോസിറ്റീവ് ആണെങ്കിൽ ΔG സിസ്റ്റം നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ആ പ്രോസസ് സ്പോണ്ടേനിയസ് ആയിരിക്കും. ΔG സിസ്റ്റം പോസിറ്റീവ് ആണെങ്കിൽ അത് നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും.
ഡെൽറ്റ ജി സിസ്റ്റം 0 ആണെങ്കിൽ അത് ഇക്വിലിബ്രിയം ആയിരിക്കും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇനി ഡെൽറ്റ ജി is equal to ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണ് നമ്മൾ ഇക്വേഷൻ. അപ്പൊ എൻ്റെ മക്കൾ നോക്കൂ, ഡെൽറ്റ എച്ച് നെഗറ്റീവ്, ഡെൽറ്റ എസും നെഗറ്റീവ്, ഇങ്ങനെ വന്നാൽ ഡെൽറ്റ ജി ഷുഡ് ബി നെഗറ്റീവ് ആയിരിക്കും. ദാറ്റ് പ്രോസസ് സ്പോണ്ടേനിയസ് അറ്റ് ഓൾ ടെമ്പറേച്ചർ. എന്നാൽ ഡെൽറ്റ എച്ച് നെഗറ്റീവും ഡെൽറ്റ എസ് പോസിറ്റീവും ആയാൽ, സോറി ഒന്ന് ശ്രദ്ധിക്കട്ടെ, മാറി ശ്രദ്ധിക്കും, ഡെൽറ്റ എച്ച് നെഗറ്റീവ് ഡെൽറ്റ എസ് പോസിറ്റീവ് ഇങ്ങനെ വന്നാൽ നെഗറ്റീവ് മൈനസ് പോസിറ്റീവ്, അപ്പോൾ ഡെൽറ്റ ജി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നെഗറ്റീവ് മൈനസ് പോസിറ്റീവ് ഡെൽറ്റ ജി നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ദാറ്റ് പ്രോസസ് സ്പോണ്ടേനിയസ് അറ്റ് ഓൾ ടെമ്പറേച്ചർ. എന്നാൽ ഡെൽറ്റ എച്ച് പോസിറ്റീവും ഡെൽറ്റ എസ് നെഗറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ ജി പോസിറ്റീവ് മൈനസ് നെഗറ്റീവ്, അപ്പോൾ ഡെൽറ്റ ജി പോസിറ്റീവ് ആവും. അപ്പോൾ ആ പ്രോസസ് നോൺ സ്പോണ്ടേനിയസ് അറ്റ് ഓൾ ടെമ്പറേച്ചർ ആയിരിക്കും. രണ്ടാളും പോസിറ്റീവ് ആയാൽ ഡെൽറ്റ എച്ച് പോസിറ്റീവ് ഡെൽറ്റ എസ് പോസിറ്റീവ്, അപ്പോൾ ഡെൽറ്റ ജി നെഗറ്റീവ് ആകുന്നത് അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഈ വാല്യൂ കൂടുമ്പോഴാണ് ഡെൽറ്റ ജി നെഗറ്റീവ് ആവുക. അപ്പോഴാണ് പ്രോസസ് സ്പോണ്ടേനിയസ് ആവുക. ആ വാല്യൂ കുറഞ്ഞാൽ ഡെൽറ്റ ജി നെഗറ്റീവ് പോസിറ്റീവ് ആകും. അപ്പോൾ ആ വാല്യൂ കൂടിയാൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആവും. അപ്പോൾ ആ പ്രോസസ് സ്പോണ്ടേനിയസ് ആവും. അപ്പോൾ ഹൈ ടെമ്പറേച്ചറിൽ അത് സ്പോണ്ടേനിയസ് ആവും, ലോ ടെമ്പറേച്ചറിൽ അത് നോൺ സ്പോണ്ടേനിയസ് ആവും. അപ്പോൾ ഇനി രണ്ടാൾ നെഗറ്റീവ് ആയാൽ സ്പോണ്ടേനിയസ് അറ്റ് ലോ ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓർത്തിച്ചാൽ മതി, ഡെൽറ്റ എച്ച് പോസിറ്റീവ് ഡെൽറ്റ എസ് പോസിറ്റീവ് സ്പോണ്ട അറ്റ് ഹൈ ടി, സ്പോണ്ട അറ്റ് ഹൈ ടി. ഡെൽറ്റ എച്ച് നെഗറ്റീവ് ഡെൽറ്റ എസ് നെഗറ്റീവ് സ്പോണ്ട അറ്റ് ലോ ടി, സ്പോണ്ട അറ്റ് ലോ ടി. ഇത് NCERT ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫോർ ദ റിയാക്ഷൻ 2A plus B gives C, ഡെൽറ്റ എച്ച് 400 ഡെൽറ്റ എസ് 0.2, at what temperature will the reaction become spontaneous? ഏത് ടെമ്പറേച്ചറിൽ സ്പോണ്ടേനിയസ് ആവും? അപ്പൊ ഡെൽറ്റ ജി is equal to ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസിൽ ഏത് ടെമ്പറേച്ചർ വന്നാൽ സ്പോണ്ടേനിയസ് ആവുന്ന എൻ്റെ മക്കൾക്കറിയാം. ഇക്വിലിബ്രിയം ആവുന്ന ടെമ്പറേച്ചർ ഡെൽറ്റ ജി 0 ആവുമ്പോൾ ടി ഈക്വൽ ടു ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എസ് ആയിരിക്കും. ഈ ടെമ്പറേച്ചർ കണ്ടുപിടിക്കുക. അപ്പൊ ആ ടെമ്പറേച്ചറിൽ ഇക്വിലിബ്രിയം ആയിരിക്കും. ഇനി രണ്ടാളുടെ സൈന് നോക്കിയാൽ ഇപ്പൊ ഡെൽറ്റ എച്ചും പോസിറ്റീവ് ഡെൽറ്റ എസും പോസിറ്റീവ്, അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചത്. ഡെൽറ്റ എച്ച് പോസിറ്റീവ് ഡെൽറ്റ എസ് പോസിറ്റീവ്. അപ്പൊ രണ്ടാളും പോസിറ്റീവ് ആയതുകൊണ്ട് നാം കണ്ടുപിടിക്കുന്ന ഈ ടെമ്പറേച്ചറിന്റെ മുകൾക്കായിരിക്കും അത് സ്പോണ്ടേനിയസ് ആവുക. അപ്പോൾ ഡെൽറ്റ എച്ച് എത്ര? ഡെൽറ്റ എച്ച് 400 കിലോ ജൂൾ. ഡെൽറ്റ എസ് എത്ര? 0.2 കിലോ ജൂൾ. 400 by 0.2 എന്ന് പറഞ്ഞാൽ എത്ര? 2000 കെൽവിൻ. 2000 കെൽവിൻ അത് ഇക്വിലിബ്രിയം ആയിരിക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സ്പോണ്ടേനിയസ് ഡെൽറ്റ എച്ചും പോസിറ്റീവ് ഡെൽറ്റ എസും പോസിറ്റീവ്, അതുകൊണ്ട് സ്പോണ്ട എബോവ് 2000 കെൽവിൻ. 2000 കെൽവിന്റെ മുകൾക്കായിരിക്കും അത് സ്പോണ്ടേനിയസ് ആവുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ 2050 2100 ടെമ്പറേച്ചർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതാണ് ആൻസർ. 2000 മുകൾക്കാണ് സ്പോണ്ടേനിയസ് ആവുക. ഓക്കെ, ഗിബ്സ് എനർജി ആൻഡ് ഇക്വിലിബ്രിയം ഡെൽറ്റ ജി 0 ഈക്വൽ ടു മൈനസ് ആർ ടി എൽ എൻ ക്യൂ, ഡെൽറ്റ ജി 0 ഈക്വൽ ടു മൈനസ് 2.3 ആർ ടി ലോഗ് കെ, ഡെൽറ്റ ജി 0 ഈക്വൽ ടു മൈനസ് 2.3 ആർ ടി ലോഗ് കെ. നമ്മളെ കയ്യിലൊരു ഇക്വേഷൻ, ഇതാണ് ഇക്വേഷൻ വരുന്നത്. ഡെൽറ്റ ജി ഈക്വൽ ഡെൽറ്റ ജി 0 പ്ലസ് ആർ ടി എൽ എൻ ക്യൂ. ഇത് നമ്മൾ ഡെൽറ്റ ജി 0 ആകുമ്പോൾ ക്യൂ എന്നുള്ളത് കെ ആവും. അങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ ഇക്വിലിബ്രിയം ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ഡെൽറ്റ ജി 0 ബൈ ആർ ടി. തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, അബ്സല്യൂട്ട് എൻട്രോപ്പി. അബ്സല്യൂട്ട് എൻട്രോപ്പി പറയുന്ന ലോ ആണ് തേർഡ് ലോ. ഓക്കെ, ഫോർ വിച്ച് റിയാക്ഷൻ ഓഫ് ഡെൽറ്റ എസ് വിൽ ബി മാക്സിമം. മാക്സിമം എൻട്രോപ്പി എവിടെയാണ്? ഒന്നാമത്തതിൽ എൻട്രോപ്പി വളരെ കുറവാണ്. കാരണം ഗ്യാസ് ഉള്ള ആള് ടോട്ടലി സോളിഡ് ആകുന്നുണ്ട്. രണ്ടാമത്തിൽ സോളിഡ് സ്റ്റേറ്റ് മാത്രമായിരുന്നു, അതിന്നാണ് ഗ്യാസ് ഉണ്ടായത്. അപ്പൊ സോളിഡിൽ നിന്ന് ഗ്യാസ് ഉണ്ടാവുമ്പോൾ അതായിരിക്കും മാക്സിമം എൻട്രോപ്പി. എന്നാൽ അടുത്തതിൽ എന്താ സംഭവിച്ചത്? ഇവിടെ സോളിഡ് ഉണ്ടായിരുന്നു, O2 ഗ്യാസ് ആയിരുന്നു, അതെല്ലാവരും ഗ്യാസായി. പക്ഷെ സോളിഡ് ഫോമിൽ റിയാക്ടന്റിൽ ഗ്യാസ് ഉണ്ടായിരുന്നു, അതാണ് പിന്നെ വീണ്ടും ഗ്യാസായി മാറുന്നത്. അപ്പൊ ഏറ്റവും എൻട്രോപ്പി കൂടിയ ഓപ്ഷൻ 1 ആണ്. ഓക്കെ,
മാത്രമല്ല അത് എൻഡോതെർമിക് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സും കൂടിയാണ്. ടെമ്പറേച്ചർ സ്വീകരിക്കുന്ന പ്രോസസ്സ്, അതുകൊണ്ട് ഡിസോർഡർ നന്നായിട്ട് കൂടും. ഡെൽറ്റ G0 equal minus RT ln K, K equal e raised to minus delta G0 by RT, delta G0 equal to minus 2 RT log K, K equal to 10 raised to minus delta G0 by 2.303 RT. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, ഫോർ ദ റിയാക്ഷൻ A gives B solid plus C gas, the value of delta H തന്നിട്ടുണ്ട്, ഡെൽറ്റ S ഉം തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ at the free energy change for the reaction will be 0. ഓക്കെ, അപ്പം ഇക്വിലിബ്രിയം ആവുന്ന ടെമ്പറേച്ചർ T ആണ് കാണുന്നത്. T ഈക്വൽ ടു ഡെൽറ്റ H ബൈ ഡെൽറ്റ എസ് ആണ്. ഡെൽറ്റ എച്ച് എത്രയാണ്? ഡെൽറ്റ എച്ച് 30.56 കിലോ ജൂൾ ആണോ ജൂൾ ആണോ തന്നത്? കിലോ ജൂൾ ആണ്. അപ്പൊ ഇൻറ്റു 10⁻³ ഡിവൈഡ് ബൈ ഡെൽറ്റ എസ് ജൂളിലാണ്. അപ്പൊ 2 യൂണിറ്റും ജൂളിലോട്ട് കൺവേർട്ട് ചെയ്തു. സോ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ് 30.56 അല്ലേ? അപ്പോൾ ഇതിന് ഞാൻ 305.6 ആക്കുകയാണെങ്കിൽ അപ്പൊ എത്ര സ്ഥാനം മുന്നോട്ട് മാറ്റിയത്? ഒറ്റ സ്ഥാനമാണ് മുന്നോട്ട് മാറ്റിയത്. അപ്പൊ 10⁻² ബാക്കി ഉണ്ടാവും ബൈ 66. 305/66 അറിയുമ്പോൾ അപ്രോക്സിമേറ്റ് 4 പോയിന്റ് സംതിങ് ആയിരിക്കും. 4.6ന്റെ അടുത്ത് വരും. 4.63 ഇൻറ്റു 10⁻². ഓപ്ഷൻ നോക്കിയിട്ടാണ് ഞാൻ ആ വാല്യൂ ഏകദേശം പറയുന്നത്. സോ ഇറ്റ് ഈസ് 463. ഓപ്ഷൻ 3 is the right answer. Okay, entropy is the degree of disorder or randomness. So option 4 is the right answer. Disorder ആവാം, randomness ആവാം. Okay, when the egg is hard boiled, denaturation of protein, coagulation of protein, ഹൈഡ്രജൻ ബോണ്ടുകളും ഡൈസൾഫൈഡ് ബോണ്ടുകളെല്ലാം ബ്രേക്ക് ചെയ്യും, ഡിസോർഡർ കൂടും. അപ്പൊ എഗ് ഹാർഡ് ബോയിൽഡ് ആകുമ്പോൾ നമ്മൾ കരുതും എൻട്രോപ്പി കുറയാണെന്ന്. പക്ഷേ ഡിസോർഡർ ഈസ് ഇൻക്രീസ് ഇൻ ഡിസോർഡർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഡെൽറ്റ എസ് പോസിറ്റീവ് ആണ്. വെൻ ആൻ എഗ് ഈസ് ഹാർഡ് ബോയിൽഡ്, ഡെൽറ്റ എസ് പോസിറ്റീവ് ആണ്, കൊയാഗുലേഷൻ ഓഫ് പ്രോട്ടീൻ ആണ്. ഓക്കെ, ദ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ പെർ മോൾ ഓഫ് എത്തനോൾ, ബോയിലിംഗ് പോയിന്റ് തന്നിട്ടുണ്ട്. നമുക്കറിയാം T ഈക്വൽ ടു ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എസ് ആണ്. അതേപോലെ ബോയിലിംഗ് പോയിന്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ വേപ്പ് എച്ച് ബൈ ഡെൽറ്റ വേപ്പ് എസ് ആണ്. അതേപോലെ മെൽറ്റിംഗ് പോയിന്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഫ്യൂസ് എച്ച് ബൈ ഡെൽറ്റ ഫ്യൂസ് എസ് ആണ്. അങ്ങനെയാണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് തന്നാണ്. ചോദിച്ചത് എന്താ? എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷനാണ്. അപ്പോൾ ഡെൽറ്റ വേപ്പ് എച്ച് ഈസ് ഈക്വൽ ടു ബോയിലിംഗ് പോയിന്റ് ഇൻറ്റു ഡെൽറ്റ വേപ്പ് എസ് ആണ്. ബോയിലിംഗ് പോയിന്റ് എത്ര? 79.5 ആണ് അല്ലേ? 79.5 പ്ലസ് 273.5 കൂട്ടുമ്പോൾ കെൽവിനിലെ ബോയിലിംഗ് പോയിന്റ് കിട്ടും. കെൽവിനിലെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ്? കെൽവിൻ 79.5 ഇത് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് 353. ഓക്കെ, സോ 353 ഇൻറ്റു ഡെൽറ്റ വേപ്പ് എസ് 109.8 ജൂളാണ്. അത് കിലോ ജൂൾക്ക് മാറ്റണമെങ്കിൽ 10⁻², ജൂൾ കിലോ ജൂൾക്ക് മാറാൻ 10⁻³ ചെയ്യണം. സോ 10⁻³ അല്ലേ ചെയ്യേണ്ടത്? അപ്പോൾ 3 ഓക്കെ 10⁻³ നമ്മൾ ഇതിനൊക്കെ ഗുണിക്കുകയാണെങ്കിൽ ഞാൻ ഇതിനെ 35.3 ആക്കുകയാണ്. ഓപ്ഷൻസ് ഒക്കെ 32, 42 അങ്ങനെയൊക്കെ അല്ലേ ഉള്ളത്. അപ്പോൾ ചെയ്യാനുള്ള അപ്പോൾ ആ രൂപത്തിൽ കൊണ്ടുവരിക. 35.3 ആകുമ്പോൾ 10⁻³ ഒരു 10⁻³ കുറഞ്ഞു. ഇനി ഇതിനെ 1.098 ആക്കുകയാണ്. അപ്പോൾ 10⁻² തീർന്നു. അപ്പോൾ 35.3 ഇൻറ്റു 1.098 വരുന്നത്. ഓക്കെ, അപ്പോൾ 35ന്റെ കുറച്ച് മുകളിലായിരിക്കും. 35ന്റെ കുറച്ച് മുകളിൽ എന്ന് പറയുമ്പോൾ അത് 38 ആൻസർ വരും. ഓക്കെ, ഓപ്ഷൻ 3 is the right answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 5 mole of an ideal gas expand reversibly from a volume of 8 decimeter cube to 80 decimeter cube at a temperature of 27 degrees Celsius. Change in entropy. ഇതിന്റെ ഇക്വേഷൻ ഐസോതെർമൽ റിവേഴ്സിബിളിന്റെ എൻട്രോപ്പിന്റെ ഇക്വേഷൻ ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ മൈനസ് കട്ടായി പോകും. ഡെൽറ്റ എസ് ഈസ് ഈക്വൽ 2.303 NR ലോഗ് ടി ഉണ്ടാവില്ല.
ലോഗ് വി എഫ് ബൈ വി ഐ. ഇതെങ്ങനെ ഈ ഇക്വേഷൻ എങ്ങനെ വന്നെന്നറിയോ? എൻട്രോപ്പിൻ്റെ ഇക്വേഷൻ എന്താ? ഡെൽറ്റ എസ് ഈസിക്കൽ ക്യൂ റിവേഴ്സിബിൾ ബൈ ടി ആണ്. ഐസോതെർമൽ റിവേഴ്സിബിൾ ഐസോതെർമൽ റിവേഴ്സിബിൾ ക്യൂ റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ ക്യൂ റിവേഴ്സിബിൾ ഈക്വൽ ടു അല്ലേ ഡെൽറ്റ എസ് സി സി ക്യൂ റിവേഴ്സിബിൾ ഈസ് ഈക്വൽ ടു 2.303 എൻ ആർ ടി ലോഗ് വി എഫ് ബൈ വി ഐ ആണ് ബൈ ടി. ആ ടി ടി കട്ടായി പോയി. അപ്പോൾ ഡെൽറ്റ എസ് 2.303 എൻ ആർ ലോഗ് വി എഫ് ബൈ വി ഐ ആണ്. സോ ദ വാല്യൂ ഈസ് 2.303. എൻ്റെ വാല്യൂ എത്ര? 5. ആറിൻ്റെ വാല്യൂ എത്ര? ആർ ഈക്വൽ ടു ആർ ഈസ് ആൻസർ എന്തിലുള്ളത്? ജൂളിലല്ലേ. ആർ ഈക്വൽ ടു 8.3. ലോഗ് വി എഫ് ബൈ വി ഐ ലോഗ് 10 ആ വരിക. ലോഗ് 80/8 ലോഗ് 10 1 ആണ്. അപ്പോൾ 2.303 ഇൻറ്റു 5 ഇൻറ്റു 8.3 ആ വരിക. 2.303 ഇൻറ്റു 5 ഇൻറ്റു 8.3 2.303 ഇൻറ്റു 5 ഇൻറ്റു 8.3. അപ്പോൾ അപ്രോക്സിമേറ്റ് 10ൻ്റെ മേലെ വരും. 10 ഇൻറ്റു 8.3 എന്ന് പറയുമ്പോൾ 80ൻ്റെ മേലെ വരും. സോ ദ ആൻസർ ഈസ് 90 സംതിങ് ആവാനാണ് സാധ്യത. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നോക്കൂ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ എ റിയാക്ഷൻ ഈസ് 10. അപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K 10 ആണ്. ദെൻ ദ വാല്യൂ ഓഫ് ഡെൽറ്റ ജി 0. യെസ്, ഡെൽറ്റ ജി 0 ഈസ് ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ? -2.303 ആർ ടി ലോഗ് കെ. സോ -2.303 ആറിൻ്റെ വാല്യൂ 8.3. 8 എടുത്താൽ മതി. ടി ടെമ്പറേച്ചർ എത്ര? 300. ലോഗ് 10 എത്ര? 1 ആണ്. സോ -2.303 ഇൻറ്റു -2.303 ഇൻറ്റു അല്ലേ 2.4 3 24 0. ഇപ്പം എന്തിലാണുള്ളത്? ആൻസർ ജൂളിലാണ്. കാരണം ആറിൻ്റെ വാല്യൂ 8 ജൂളല്ല എടുത്തത്, കിലോ ജൂൾക്ക് മാറ്റണമെങ്കിൽ 10⁻⁻3. അപ്പോൾ എന്താ സംഭവിച്ചത്? ഈ 2 0യും 10⁻⁻3 കട്ടായാൽ -1. 2 ഇൻറ്റു 24 48. അപ്പോൾ 4 പോയിൻറ്റ് സംതിങ്. അപ്പോൾ 5 പോയിൻറ്റിൽ വരും. അപ്പോൾ ആൻസർ -5 പോയിൻറ്റിൽ ആൻസർ വരും. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സിമ്പിൾ അല്ലേ? നോക്കൂ, 2 ഇൻറ്റു 24 എന്ന് പറഞ്ഞാൽ 48. അപ്പോൾ 40 സംതിങ് ഇവിടെ ഇല്ല. അപ്പോൾ 50 സംതിങ് ആണ് അപ്രോക്സിമേറ്റ് ആൻസർ ചെയ്യുന്നത്. 2.3 ഉണ്ടല്ലോ. അപ്പോൾ 50 സംതിങ് 55 ആണെന്ന് കരുതിക്കോ. 10⁻⁻1 ഉണ്ട്. അപ്പം 50 സംതിങ് ഉള്ളത് -5 പോയിൻ്റ് ആയി. സോ അത് ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ കണ്ടോ, നമുക്ക് വളരെ സിമ്പിളായിട്ട് കാൽക്കുലേഷനുകളൊക്കെ നമുക്ക് ചെയ്യാം. കോൺഫിഡൻ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. നമ്മളെ കൂടെ നിൽക്കുക, നല്ല മാർക്ക് വാങ്ങുക. ഓക്കെ.